ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാൽ 2 വെട്ടി കളയാം. പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പിയുടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്. 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടെടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട. വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് എഴുതുമോളെ. താരം താരം. അയ്യോ, കൊല കൊല കുത്തിക്കൊല. എന്താ കുറിപ്പേ? ജീവന് കൊതിന്റെ ഓടിക്കോ. എന്താ കുറിപ്പേ? കാര്യം പറ. അതൊന്നും പറഞ്ഞിക്കാൻ നേരില്ല. വാ വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. താൻ കാര്യം പറയണോ? എന്താ? ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും, കുത്തും. അയ്യോ രമേശേട്ടാ, കരയിൽ വന്നു. എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ലേ ഇത്? രമേശ, കുറിപ്പ് പറയുന്നത് കേക്ക്. നീ ഓടിക്കാൻ മോനെ. അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? രമേശേട്ടാ, എനിക്ക് വയ്യൊരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. അമ്മേ, അയ്യോ രമേശേട്ടാ, പോണ്ട. ഇവിടെ ജീവിക്കാൻ വയ്യ. രമേശൻ നായരെ, വാതില് തുറക്ക്. വാതില് തുറക്കാൻ. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക. ഇന്ന് എനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ദാസനേക്കാളും വലുതാണ് അവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. അങ്ങനെട്ട് വീഴില്ല. ഞാൻ വീഴ്ച എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദയവായിരുന്നു വേറൊരു കുരിശ്. ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? പറ്റാൻ വരുന്നു സാർ. ആരെ? രമേശൻ നായർ. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിശാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈഎസ്പിയോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ച് കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കൂട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്. സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം. പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ.
സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഓ. രമേശ് ഒന്ന് വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ, നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റെ, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. രമേശേട്ടൻ വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വാടാ. രമേശ ഓടിക്കോ, ഓടിക്കോ. ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസ. നിർത്ത്, ഇറക്ക്. ദാസ, ദാസ, കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ. ഒന്ന് പിടിക്കേ. എന്താ എന്താ ഇവിടെ? ഒന്ന് വേഗം നോക്കണം, കാറ്റ് പോകാറായ കേസാ. അടിപിടിയോ അതോ കത്തിക്കുത്തോ? അടിപിടിയാ, പൊരിഞ്ഞടി. എങ്കിൽ പോലീസിനെ അറിയിക്കണം. അയ്യോ, അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ. ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് വീണ് പോയതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി ആ, നിൽക്കണം. ഇങ്ങോട്ട് മാറിക്കോളൂ. താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ? എന്തേ? അടിപിടിയാ, പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ആണോ? ആണോ? ഒന്ന് മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ. കുഴപ്പമാവോ പ്രസിഡന്റ്? രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തു പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം. എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ടകത്തായിക്കോട്ടെ. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ? എന്തിനാ? ഒന്ന് അറിയിക്കണ്ടേ?
എടോ ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്. ആ